നവോദയ വിദ്യാലയ ചെണ്ടയാട് കണ്ണൂർ നവോദയ വിദ്യാലയത്തിൽ 1990 മുതൽ 97 വരെ പഠിച്ച വിദ്യാർത്ഥികളാണ്. ജവഹർ നവോദയ വിദ്യാലയം എന്ന് പറഞ്ഞാൽ ബോർഡിംഗ് സ്കൂളാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ബോർഡിംഗ് സ്കൂളാണ്. അറിയായിരിക്കും എല്ലാവർക്കും, എന്നാലും ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. ഇന്ത്യയിൽ ഒട്ടാകെ എല്ലാ ജില്ലകളിലും ഓരോന്നായിട്ട് ബാക്ക്വേർഡ്സ്, അതായത് എഡ്യൂക്കേഷണലി പവർഫുൾ ബട്ട് ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഫ്രീ എഡ്യൂക്കേഷൻ വിത്ത് ബോർഡിംഗ് കൊടുക്കുന്ന ഒരു വിദ്യാലയമാണ്. അപ്പം ആ വിദ്യാലയത്തിലെ 4ാമത്തെ ബാച്ച് 87 തുടങ്ങിയ വിദ്യാലയമാണ്. ഞങ്ങൾ അതിലത്തെ 4ാമത്തെ ബാച്ചാണ് 90 മുതൽ. അപ്പോൾ എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടക്കാറുണ്ട്. അപ്പം കഴിഞ്ഞൊരു 3-4 വർഷം മുമ്പ് മുതൽ നമ്മൾ ഓരോ ബാച്ചായിട്ട് ആ വർഷത്തെ എല്ലാ ആലംനി ആക്ടിവിറ്റീസും സൂപ്പർവൈസ് ചെയ്ത് കണ്ടക്ട് ചെയ്യുക. അവസാനം ഡിസംബറിൽ ഒരു ദിവസം എല്ലാവരും കൂടി ഒരു മീറ്റപ്പ്, അങ്ങനെയാണ് അതിനൊരു പാറ്റേൺ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞങ്ങൾക്ക് ഈ വർഷത്തെ അതിനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ ഈ വർഷം മുഴുവനായിട്ട് ഞങ്ങൾ പല പല പരിപാടികളും നടത്തി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ മാസം. അപ്പോൾ ആ ഗ്രീൻ ബ്രോഷറിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ സ്കൂളിന് വേണ്ടി ചെയ്ത പല പല കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൾമിനേഷൻ എന്നുള്ള ഒരു ഇതിൽ അതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും 2 ദിവസങ്ങളിലായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങളുടെ ബാച്ചുകാർ മാത്രം ഒത്തുചേർന്ന് ഞങ്ങളുടെ പഴയ ഓർമ്മകളായ ഓർക്കലും അതൊക്കെ ചേർത്ത് ഒരു ദിവസം. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം സ്കൂളിൽ പോയിട്ട് അവിടുത്തെ ഇപ്പോഴത്തെ സ്റ്റാഫും പ്രിൻസിപ്പൽ അങ്ങനെയുള്ളവരൊക്കെ അവർ ആദരിച്ച് അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അതൊക്കെ ചെയ്ത്, കുട്ടികൾക്ക് വേണ്ടി അദീന എന്ന് പറയുന്ന ഒരു ഫോക്ലോർ ഗ്രൂപ്പുണ്ട്. അവർ ചെയ്യുന്ന ഒരു നാട്ടുപാട്ടരങ്ങ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി, പാട്ടുറവ, അതും ചെയ്യുന്നുണ്ട് വൈകുന്നേരം. അപ്പം ഞങ്ങൾ സ്കൂളിന് വേണ്ടിയിട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു പവലിയൻ ഞങ്ങളുടെ ബാച്ചിൻ്റെ ഞങ്ങൾ പൈസ കളക്ട് ചെയ്ത് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് അവിടെ ഒരു പവലിയൻ, സ്പോർട്സ് പവലിയൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ പിറ്റേ ദിവസം രാവിലെ ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ ഇനോഗ്രേഷൻ പോലെ അങ്ങനെ ചീഫ് ഗസ്റ്റിനെ വിളിച്ച് അങ്ങനെ അതിന് പകരം പൂർവ്വ വിദ്യാർത്ഥികൾ അവിടുത്തെ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് പോലെ കുട്ടികൾ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന വിധത്തിലാണ് അത് ഇനോഗ്രേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് തലേദിവസം ഈ സ്കൂൾ എന്ന് പറയുന്നത് ചെണ്ടയാട് ഒരു കുന്നിൻ്റെ മുകളിലാണ്. അത് ആക്ച്വലി സിറ്റിയെ നല്ലോണം വിട്ടിട്ടാണ്. അപ്പം നമ്മുടെ അതൊരു വേറെ തന്നെ ഒരു ലോകമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം ഫയർ വർക്ക്സ്, അതുപോലെ ഈ പാട്ടുറവ, അതൊക്കെ തലേദിവസം കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ആ സ്കൂളിൽ നിന്ന് ഇതുവരെ പഠിച്ചിറങ്ങിയ 30ഓളം ബാച്ചുകളുണ്ട്. ഈ 86 മുതൽ ഉള്ള ബാച്ചുകളിൽ നിന്ന് മാക്സിമം ആൾക്കാർ വരികയായിരിക്കും. അത് എത്രയാണെന്ന് കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ എന്നാലും അവരൊക്കെ വരും. അതുപോലെ നമ്മളെ ആ കാലത്ത് നമ്മളെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനെയും നമ്മൾ നേരിട്ട് കണ്ട്, ഇതുപോലെ സാധാരണ നമ്മൾ അവരിങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യും, പക്ഷെ എന്നാലും ഇത് നവോദയ സ്കൂൾ ഗവൺമെൻറ്റിൻ്റെ ഇതായതുകൊണ്ട് പലരും പല സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആയി പോയവരുണ്ട്. അതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ ആകെ ഒരു 5-6 ടീച്ചേഴ്സ് മാത്രമേ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളൂ, ബാക്കി എല്ലാവരും പുറത്താണ്. അപ്പോൾ ഒരുവിധം എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റുന്നവരൊക്കെ ഞങ്ങൾ കണ്ട് ഇൻവൈറ്റ് ചെയ്ത് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേരെങ്കിലും വരികയായിരിക്കും അന്ന്. പിന്നെ ബാക്കി വിദ്യാർത്ഥികളും എല്ലാവരും കൂടി 15-ാം തീയതി ഫുൾ ഡേ പ്രോഗ്രാമാണ്. രാവിലെ 9:30-ക്ക് പവലിയൻ ഇനോഗ്രേഷൻ പ്ലസ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ഫ്രൂട്ട് ട്രീ ഗാർഡൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളുടെ ഇനോഗ്രേഷൻ. 10 o'clock മുതൽ ഒരു അവിടുത്തെ MP ഹാളിൽ, മൾട്ടിപർപ്പസ് ഹാളിൽ ഫംഗ്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കലാപരിപാടികളും ഞങ്ങൾ ഈ ചെയ്ത ആക്ടിവിറ്റീസിൻ്റെ എക്സ്പ്ലനേഷൻ, ടീച്ചേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, അതുപോലെ നമ്മൾ ഞങ്ങളുടെ പഴയൊരു ആർട്സ് ടീച്ചർ ഉണ്ടായിരുന്നു, ജോസ് സാർ, അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് എക്സിബിഷൻ കം സെയിലും അതുണ്ട് അന്നേ ദിവസം. അതുകൂടാതെ ടി വി ആങ്കറായിട്ടുള്ള സുമിത് രാഘവ് നടത്തുന്ന ഒരു ഗെയിം ഷോ ഉണ്ട്. അമൃത TV ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്, അതിൽ പങ്കെടുത്തിട്ടുള്ള രാജേഷ് ചന്ദ്ര, അദ്ദേഹത്തിൻ്റെ മാജിക് ഷോ. അതുപോലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് തമ്പാച്ചി ബ്രദേഴ്സ് അവർ ചെയ്യുന്ന ഒരു ശിങ്കാരി മേളത്തോടെ പരിപാടി ഒരു 5-6 മണിയോടെ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് ആയിരുന്നില്ല. അപ്പോൾ ഈ വർഷം അത് നമ്മൾ ബൈലൊക്കെ ഉണ്ടാക്കി അത് രജിസ്റ്ററൊക്കെ ചെയ്തു. അതിന് കനൽ ഫോമായിട്ട് കനൽ എന്നുള്ളൊരു പേര് കൊടുത്തിട്ട് അങ്ങനെ ഒരു ഓർഗനൈസേഷനും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവർ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ആ 2 ദിവസത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ വെച്ചാൽ ഇത് എന്താ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞ കുട്ടികൾ പക്ഷേ ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ആയവരും അല്ലെങ്കിൽ ബാക്കി